കർണാടകയിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ. സൂറത്ത് കല്ല് NITയിൽ നിന്നുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ റഡാർ പരിശോധന തുടരുന്നു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ ഇറക്കണമെന്ന് അർജുന്റെ കുടുംബം. നിലവിലെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ലെന്ന് കുടുംബം. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ കുട്ടികളെ രക്ഷപ്പെടുത്തി. പുഴയിൽ കുടുങ്ങിയത് 3 കുട്ടികൾ. 2 പേരെ രക്ഷപ്പെടുത്തിയത് അഗ്നിശമന സേന. ഒരാൾ നീന്തി രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. മലപ്പുറം സ്വദേശിയായ 14-കാരനെ കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനാ ഫലം വൈകിട്ടോടെയെന്ന് കളക്ടർ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഉന്നതതല യോഗം. എറണാകുളത്ത് 11 പേർക്ക് H1N1. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 28-കാരിക്ക് കുത്തിവെപ്പ് നൽകിയതിൽ പിഴവെന്ന് പരാതി. കാട്ടാക്കട സ്വദേശി കൃഷ്ണയുടെ നില ഗുരുതരം. ഡോക്ടർ വിനുവിനെതിരെ കേസെടുത്ത പോലീസ്. നീറ്റ് പരീക്ഷയുടെ വിശദമായ ഫലം പ്രസിദ്ധീകരിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പ്രസിദ്ധീകരിച്ചത് പരീക്ഷാ കേന്ദ്രാടിസ്ഥാനത്തിലുള്ള ഫലം. നടപടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. ബംഗ്ലാദേശിൽ സർക്കാർ ജോലി സംവരണത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്നു. മരണം 105 ആയി. കർഫ്യൂ പ്രഖ്യാപിച്ച സർക്കാർ സൈന്യത്തെ വിന്യസിച്ചു.